പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ ഞായറാഴ്ച ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരക്കേറിയ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അല്പം ലേറ്റായിട്ടാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. ആദ്യമേ തന്നെ ക്ഷമാപണത്തോടെ ആരംഭിക്കട്ടെ. അല്പം വൈകിയാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തതാണ്. എനിവേ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റാന്നി സെൻട്രൽ CMൻ്റെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഒരു ലൈവ് സന്ദേശം ചെയ്യുവാനായിട്ട് ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതനും സഹപ്രവർത്തനമായിരിക്കുന്ന പാസ്റ്റർ രാജേഷ് ചാക്കോ, തന്നോടൊപ്പമുള്ള കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ധന്യനായ യേശുവിന്റെ നാമത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ചുരുങ്ങിയ ചില മിനിറ്റുകൾ മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സമയം സംസാരിക്കുവാനായിട്ട് ശാരീരികമായിട്ടുള്ള സ്ഥിതികൾ ഇപ്പോൾ അനുവദിക്കുന്നില്ല. അല്പമല്ലാത്ത പ്രയാസങ്ങൾ ശബ്ദത്തിന് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ തിരുവചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. ഇപ്രകാരം അവസരം നൽകിയതിന് വളരെ നന്ദിയുണ്ട്. കർത്താവ് CMൻ്റെ റാന്നി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തരോത്തരം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ ജീവിതം വളരെ നിരാശാപൂർണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാതെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കണം, എപ്രകാരമായി തീരണം, ഭാവി എന്തായിത്തീരും ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് വളരെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, വളരെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം നിയന്ത്രണം വിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യന് തൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ നിരാശാപൂർണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യമില്ലാതെ മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുന്ന, ദൈനംദിന ജീവിതം ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ വളരെ ക്രൂരനായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവൻ സ്വാർത്ഥനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാതെ പരസ്പരം പോരടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവചനം ഇതിനെക്കുറിച്ചെല്ലാം വളരെ ആധികാരികമായി തന്നെ പറയുന്നുണ്ട്. സ്വസ്നേഹികളായി മറ്റുള്ളവർക്ക് വിധേയപ്പെടാൻ കഴിയാത്ത മനോഭാവമുള്ളവരായൊക്കെ മാറുമെന്ന് തിരുവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രവചനഭാഗങ്ങളിലൂടെയൊക്കെ ദേവദാസന്മാരിലൂടെ, ഭക്തന്മാരിലൂടെയൊക്കെ അരുളി ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നിരാശ, അക്രമം, ക്രൂരത, പീഡനങ്ങൾ എന്നുവേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കുന്നത്. നാം അറിഞ്ഞോ അറിയാതെയൊക്കെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹം എന്തേ ഇങ്ങനെ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പക്ഷേ ഇതിനെല്ലാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അവൻ വരുവാൻ ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഒരു ഭക്തന് ജീവിക്കുവാനായിട്ട് കഴിയണം. കലാപങ്ങളുണ്ടാകട്ടെ, പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളുണ്ടാകട്ടെ, യുദ്ധങ്ങൾ വർദ്ധിച്ചു വരട്ടെ, അതൊന്നും നമ്മെ തളർത്തുവാനിടയായിത്തീരരുത്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. എങ്ങും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. ആർക്കും യാതൊരു സുരക്ഷിതത്വവുമില്ല. പണ്ടേ കാലം പോലെ സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്തൊരു വല്ലാത്ത കാലം. സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. മനുഷ്യനെ കടിച്ചു കീറുന്ന സ്വഭാവം വെളിപ്പെടുത്തുന്നൊരു കാലം. ഇതെല്ലാം നിരാശയിലേക്കും ഒരു നാശത്തിലേക്കുമൊക്കെയാണ് മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രത്യാശയുള്ള ദൈവജനം
ഒരിക്കലും നിരാശപ്പെടുന്നില്ല. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിൽ നിരാശപ്പെടുന്നില്ല. കാരണം അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങ് നിത്യതയാണ്. ആ നിത്യതയെ നോക്കിപ്പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്ന വർത്തമാനകാല പരിസ്ഥിതികളെ കണ്ടുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്നില്ല, തളർന്ന് വീണു പോകുന്നില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുവാനായിട്ട് കഴിയും, എൻ്റെ കർത്താവ് വേഗം വരും. ഈ ദുഃഖവും ദുരിതവും ക്ലേശവും കണ്ണുനീരും കൊലയും കൊള്ളിവയ്പ്പും അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ ഈ ലോകത്തിലുണ്ടെങ്കിലും ഇതൊന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളൊക്കെ മാറിപ്പോകട്ടെ പ്രിയരെ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തവനുമായ യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. അവനത്ര നിങ്ങളെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ പ്രാപ്തനായി തീർക്കുന്നത്. ഈ ഭൂമിയിലെ സകലവിധ ധാതു നിക്ഷേപങ്ങളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ അതിനെ ചൊല്ലിയുള്ള വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്കറിയാം. ഈ ഭൂമിക്ക് പോലും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെന്തിനും നിരാശപ്പെടുന്നു? നമ്മളെന്തിനും അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ടത്? അതൊരു ഭയാനകമായ കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം വിരൽ ചൂടുന്ന ഒരു അന്ത്യത്തിലേക്കാണ്, അല്ലേ? ഇതെല്ലാം വഴി തെളിയിച്ചു വിടുന്നത് ആശങ്കാജനകമായ ഒരു ഭാവിയിലേക്കാണ്. പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ആശങ്ക ഉണ്ടാകുന്നില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശപ്പെട്ടു പോകുന്നില്ല. കാരണം ഇവിടം കൊണ്ട് തീരുന്നതല്ല അവൻ്റെ പ്രത്യാശ, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല അവൻ്റെ പ്രത്യാശ. നിലനിൽക്കുന്നതും നിത്യവുമായ ആ നാടിനു വേണ്ടി നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ തീർന്നു പോകുന്ന, ഇല്ലാതായി പോകുന്ന, നശിച്ചു പോകുന്ന വ്യവസ്ഥിതികളെ ഓർത്ത് അവൻ നെടുവേർപ്പെടുകയില്ല. അതിനപ്പുറത്ത് നിലനിൽക്കുന്ന നഗരത്തെ നോക്കിപ്പാർത്തുകൊണ്ട് ജീവിച്ച ഭക്തന്മാരെ പോലെ തന്നെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി ഇരുളളഞ്ഞതല്ല. ഒരു ദൈവത്തിൻ്റെ ഭാവി ഇരുളളഞ്ഞതല്ല. വെളിച്ചത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ട അവൻ്റെ ജീവിതം ഒരിക്കലും ഇരുട്ടിൽ അന്ധകാരത്തിൽ തപ്പിത്തവിടാനുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യുത പ്രത്യാശ നിർഭരമായിരിക്കും. ഇന്ന് രാത്രിയിലും ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം പ്രത്യാശ നിർഭരമായിരിക്കണം. ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാവി ഇരുളടഞ്ഞതല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ നോക്കി പറ, എൻ്റെ ഭാവി ഇരുളടഞ്ഞതല്ല, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, അങ്ങനെ അവസാനിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ നോക്കി ജീവിക്കുന്നവനല്ല ഞാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ സ്ഥലം ഒരുക്കപ്പെട്ട് കഴിയുമ്പോഴേക്ക് അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ കർത്താവിന് വേണ്ടി, ആ കർത്താവിൻ്റെ ആ വാക്യത്തിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി നിരാശാജനകമല്ല. അവൻ്റെ ഭാവി ശോഭനമാണ്, പ്രതീക്ഷയുള്ളതാണ്, പ്രത്യാശയുള്ളതാണ് എന്നുള്ളത് ഇന്ന് രാത്രി മറന്നു പോകാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയരെ, ഒരു ദൈവത്തിൻ്റെ ജീവിതം പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. നമ്മൾ നിരാശപ്പെട്ടു പോയാൽ ഈ ലോകത്തിലുള്ളവരെ എങ്ങനെ നമുക്ക് ഈ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നയിക്കുവാൻ കഴിയും? ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ, പലതും താറുമാറായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ അവസ്ഥ എന്തായിത്തീരും? നാം ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രത്യാശ നിർഭരമായ ആ പ്രത്യാശ നാടിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്നവരായി നാം ഓരോരുത്തരും തീരണം. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഉള്ളിൽ ഈ ഒരു ദൈവിക പ്രത്യാശ നിറയട്ടെ. എൻ്റെ കർത്താവ് വേഗം വരും, എൻ്റെ കർത്താവ് വരുമ്പോൾ ആ കർത്താവിനോട് കൂടെ എനിക്ക് എടുക്കപ്പെടണം. ഇവിടെ കൊണ്ടെല്ലാം തീരുന്നതാണോ നമ്മുടെ പ്രത്യാശ? ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നമ്മൾ? ഒരിക്കലും അങ്ങനെയായി തീരാൻ പാടില്ല. ക്രിസ്തുവിൽ പ്രത്യാശപ്പെട്ട് ധൈര്യപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവവൈതലും ഇന്ന് രാത്രി തങ്ങളുടെ പ്രത്യാശ ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ. ഇന്ന് രാത്രി തിരുവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം.
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവുണ്ടല്ലോ, അത് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധം വരുത്തുമ്പോൾ തന്നെ നടന്നു പോകേണ്ടുന്ന, നാം സഞ്ചരിക്കേണ്ടുന്ന പാത ഏതാണെന്ന് കൃത്യമായ ഡിറക്ഷൻ നമുക്ക് നൽകി നമ്മെ ഓരോ ദിവസവും ആ നിത്യതയോട് നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ഈ നിക്ഷേപം ഇത് വിലയുള്ളതാണ്. നമ്മെ നോക്കി പലരും പറഞ്ഞു കാണും നമ്മൾ വിലയുള്ളവരല്ല. പക്ഷേ അതിൻ്റെ വില അറിയാവുന്നവൻ ഈ വിലയേറിയ നിക്ഷേപത്തെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? വിലയില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ പോലും മാന്യതയും യോഗ്യതയും ഉള്ളവരാക്കി മാറ്റി വിലയുള്ളവരാക്കി നമ്മെ മാറ്റുവാൻ കൂടിയാണ്. അതുകൊണ്ട് നമ്മളെ ക്വാളിറ്റീസ് എല്ലാവർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയത്തില്ലെന്നേ. ഈ ലോകത്തിനൊന്നും നമ്മളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണമെന്നുമില്ല. പക്ഷേ നമ്മെ നന്നായി അറിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ വില അറിയാവുന്ന ഒരുവനുണ്ട്. അത് നമ്മിൽ പകരപ്പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹത്താൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ അനേകർ തിരിച്ചറിയുവാനിടയായി തീരും. ഒരു വിഭാഗം ആളുകൾ നമ്മെ തിരസ്കരിച്ചെന്ന് വരാം, അവർ നമ്മളെ ഉൾക്കൊണ്ടൊന്നും വരികയില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇവരൊക്കെ നമ്മളോട് കൂടെ നിൽക്കുമല്ലോ, ഇവരൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ തുടർന്നുള്ള യാത്രകളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചെന്ന് വരാം. അങ്ങനെയുള്ളവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പിന്തുണയും നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. ഒരു പ്രോത്സാഹന വാക്ക് ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് ചിലരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ഇടയായിത്തീരും. നാം അറിയാതെ വേണേ നമുക്ക് വേണ്ടി ചില വഴികളെ ദൈവം ഒരുക്കും, ചില വ്യക്തികളെ ദൈവം ഒരുക്കുവാൻ ഇടയായിത്തീരും. അവരിലൂടെ, അവരുടെ വാക്കുകളിലൂടെ നമ്മെക്കുറിച്ച് അനേകർ കേൾക്കുവാനിടയായിത്തീരും. അപ്പോൾ കൂടെ നടക്കുന്നു എന്ന് പറയുന്നവർ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നവരിൽ നിന്ന് പോലും നമുക്ക് ചിലപ്പോൾ തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ഭാരപ്പെടുകയോ നിരാശപ്പെട്ടു പോവുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി ദൈവം മറ്റു ചില മേഖലകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നിന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അതിനപ്പുറത്ത് ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും കരുപ്പിടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ. നിരാശപ്പെട്ട് പിന്നോട്ട് പോകരുത്. ജീവിതത്തിൽ നേരിടുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ, തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ഇതൊന്നും കണ്ട് പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ആ വ്യക്തി എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിന്തിച്ചല്ലോ, ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അവരിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ, ഒരു ശുഭകരമായൊരു ഭാവി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ച് യാത്ര ചെയ്യുവാൻ ഇടയായിത്തീര്. ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തവനുമായ ആ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുക. അവൻ്റെ മുന്നിൽ നിന്ന്, അവൻ്റെ കണ്ണുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ മാറിയാൽ, ആ ഫോക്കസിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ മാറിപ്പോയാൽ, ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വേദനയും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായി അതോട് എല്ലാം അവസാനിക്കുക എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടായെന്ന് വരാം. പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മൾ യാത്ര ചെയ്യുക. CMൻ്റെ പ്രവർത്തകരെ, ധൈര്യത്തോടെ ഇരിക്കുക. നിങ്ങൾക്കൊരു നല്ല ഭാവി കർത്താവ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്മയ്ക്കത്രേ. തിന്മയ്ക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിനെപ്പോലും നന്മയ്ക്കാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് പ്രത്യാശ നിർഭരമായ ഒരു നല്ല ഭാവി ആയിരിക്കണം നമ്മുടെ മുന്നിൽ നമ്മൾ സ്വപ്നം കാണേണ്ടതും. അത്തരത്തിലുള്ള നല്ല സ്വപ്നങ്ങൾ കാണുന്നവരായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരട്ടെ. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവും അതിനെ തുടർന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദൈവസ്നേഹവും പ്രത്യാശയോടെ ജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഭൂമിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ഭൂമിയുടെ വ്യവസ്ഥിതികളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ വിചാരമുണ്ട്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവത്തിന് അത്ര വലിയ വിചാരമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം അവസാനിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോവും. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിനൊരു വലിയ വിചാരമുണ്ട്. ദൈവം ഒരു നിശ്ചിത സമയം വരെയാണ് ഈ ഒരു സംവിധാനത്തെ വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇതെല്ലാം അവസാനിച്ചു പോകേണ്ടുന്ന കാര്യമാണ്. എന്നാൽ തിരുവചനം ധ്യാനിക്കുന്ന, തിരുവചനം കണ്ടെത്തി ഭക്ഷിച്ചുകൊണ്ട്
വചനം ധ്യാനിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തീർന്നു പോകുന്ന ധാതു ലവണങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള വ്യവസ്ഥിതികളെക്കുറിച്ചോ അല്ല അവൻ കൂടുതലായിട്ട് അവൻ ചിന്തിക്കുന്നത്. അതിനപ്പുറത്ത് അവന് നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ ഭരിക്കുക. അപ്പോൾ ഈ നശിച്ചു പോകുന്ന ഈ വ്യവസ്ഥതയെക്കുറിച്ചാണോ നമ്മൾ ഭാരപ്പെടുന്നത്? തീർന്നു പോകുന്ന ഈ സംവിധാനത്തെക്കുറിച്ചാണോ നമ്മൾ ഓർത്ത് വേവലാതിപ്പെടുന്നത്? നിലനിൽക്കുന്ന നഗരത്തെക്കുറിച്ച് നോക്കിപ്പാർത്ത അബ്രഹാം തുടങ്ങിയുള്ള ഭക്തന്മാരുടെ അനുഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവരെന്ത് കണ്ടിട്ടാണ് അങ്ങനെ വിശ്വസിക്കുവാനിടയായി തീർന്നത്? അബ്രഹാമിൻ്റെ അനുഭവം നമുക്കറിയാം. അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കുന്നവനായിരുന്നു. ദൈവം എന്തു പറയുന്നുവോ അത് അതുപോലെ വിശ്വസിക്കുന്നവനായിരുന്നു അബ്രഹാം. അബ്രഹാമിന് അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. തന്നെ വിളിച്ചിറക്കിയത് ആരാണെന്ന് നന്നായി അറിയാവുന്ന അബ്രഹാം. തന്നോട് ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതുപോലെ അനുസരിച്ച് അബ്രഹാം. നിലനിൽക്കുന്ന ഒരു നഗരത്തെക്കുറിച്ച് അവൻ അന്വേഷിച്ചു. അതിനുവേണ്ടി അവൻ നോക്കിപ്പാർത്തു. താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അവൻ കൂടാരം മാറ്റി മാറ്റി അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞാൻ പരദേശിയ, ഐ ആം എ സോജേണർ. ഞാനൊരു പരദേശിയ. എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, എനിക്കിവിടെ നിലനിൽക്കുന്ന വീടില്ല. പക്ഷെ നിത്യമായൊരു നഗരം, അത് ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനു വേണ്ടി ഞാൻ നോക്കിപ്പാർക്കുകയാണ്. ഈ ഒരു വെളിപ്പാട് അബ്രഹാം തുടങ്ങിയുള്ള ഭക്തന്മാർക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രേരെ, ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് എപ്രകാരമായിരിക്കുന്നു? ദൈവികമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള വെളിപ്പാടുകൾ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഇല്ലാതായി പോകുന്ന വ്യവസ്ഥിതികളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അല്പന്മാരായി തീരുകയാണോ നാം? ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഈ പ്രകൃതി പോലും ഞരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈറ്റുനോവിന് വേണ്ടി, ദൈവപുത്രന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അത് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണെന്ന് റോമാലേഖനം 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവത്തിലെ ജീവിതത്തെ നിരാശപ്പെട്ടു പോകരുത്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി ഇവിടം കൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നശിപ്പിച്ച് കളയരുത്. നിലനിൽക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിച്ചുകൊണ്ട് ആ നല്ല നാടിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. സർവ്വസൃഷ്ടിയും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഇനി ഉള്ള സമയം ആകുന്നതേ ഉള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രകൃതിയും ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനും എല്ലാം ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സൃഷ്ടി അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിദ്രുതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഇതൊരു അന്ത്യത്തിലേക്കല്ല പോകുന്നത്, ഇതൊരു പുതുക്കത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ! ഇതൊരു പുതുക്കത്തിലേക്കാണ്, ഒരു റിന്യൂവലിലേക്കാണ് പോകുന്നത്. ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. ഒരു പുതുക്കം സംഭവിക്കാൻ പോവുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ഒരു പുതുക്കം സംഭവിക്കാൻ പോവുകയാണ്. ഒരു പുതുക്കം സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പ്രിയരെ. ഇന്ന് രാത്രി നിരാശയോടെ പോയി കിടന്ന് ഉറങ്ങല്ലേ കേട്ടോ. ധൈര്യത്തോടെ പ്രത്യാശയോടെ പോയി കിടന്ന് ഉറങ്ങണം. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് കാഹളനാദത്തിങ്കല് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിച്ചവർ രൂപാന്തരപ്പെടും. ഇതെല്ലാം നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ ഈ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് ഒരു വളരെ ഗൗരവമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വീണ്ടെടുപ്പ് നടക്കാൻ വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയുടെ നടുവിലും അവന് പാട്ടുപാടാനായിട്ട് കഴിയും, വേദനയുടെ നടുവിലും അവന് സന്തോഷിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഈ കഷ്ടതയും വേദനയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതെല്ലാം താത്കാലികമാണ്. എന്നാൽ നിത്യമായ ഒരു 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 അനുഭവം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല, അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തിവരുത്തനായ യേശുവിനെ ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുകയാണ്. അവൻ അത്രയും നമ്മെ വിശ്വസ്തരായി നിലനിർത്തുന്നത്. അവനിൽ തന്നെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു പാറയാണ്. ആ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകൂ. അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും. കഷ്ടതയുടെ നടുവിലും സന്തോഷിക്കുവാൻ
കഷ്ടതയുടെ നടുവിൽ പാടുവാൻ നമുക്ക് കഴിയട്ടെ. മൂന്നാല് കൂട്ടം കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രത്യാശയോടെയുള്ള ഒരു നല്ല ഭാവിയെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന, ഉറപ്പോടെ നോക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലെ ഘട്ടങ്ങളെ സാരമില്ലെന്നെണ്ണുവാൻ നമുക്ക് കഴിയും. നമ്മിൽ വെളിപ്പെടാൻ പോകുന്നൊരു തേജസ്. രാത്രി എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നമ്മിൽ ഒരു തേജസ് വെളിപ്പെടാൻ പോവുക. ഓ ഹല്ലേലൂയ! അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ള ഹൃദയം നന്ദിയാൽ തുടിക്കട്ടെ. പ്രിയരെ, 8-ന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ്. നമ്മുടെ ഭാവി മഹത്വം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നമ്മുടെ കഷ്ടതകളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. ഇന്ന് നമ്മൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു, കഷ്ടതകളുടെ, കണ്ണുനീരിലൂടെ, വേദനയുടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് എന്ന് പറയുന്നത് ഇന്നത്തെ കഷ്ടതകളെയും ഇന്നത്തെ ക്ലേശങ്ങളെക്കാളും ഒക്കെ എത്രയോ മടങ്ങ് വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം നേരിടുന്ന കഷ്ടതകളെ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക, വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ മറ്റൊരു തട്ടിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ വെയിറ്റേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. കഷ്ടതയ്ക്കാണോ അതോ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനാണോ ഖനമുള്ളത്? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിനെ നിത്യഖനമെന്നെണ്ണണം. അതാണ് പൗലോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം വായിച്ചിട്ടില്ലേ? അതിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഈ പുറമേയുള്ള മനുഷ്യനൊക്കെ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ജീവിക്കട്ടെ. അതുകൊണ്ട് നാം നേരിടുന്ന കഷ്ടതകളെ തുലാസിൻ്റെ തട്ടിൽ അത് തൂകിപ്പോകും. നിലനിൽക്കുന്ന എന്താണ്? വെളിപ്പെടാൻ പോകുന്ന തേജസ്. അത് നമ്മെ പ്രകാശപൂരിതമാക്കി മാറ്റും. നമ്മുടെ കഷ്ടതകളെ മറക്കുവാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ക്ലേശങ്ങൾ ഇല്ലാതാകുവാൻ ഇടയായിത്തീരുന്നൊരു സന്ദർഭം. ആ തേജസ്സേറിയ നാടിനെ നോക്കി പാർക്കുക. ആ കഷ്ടതകളെയൊക്കെ മറന്നുകൊണ്ട്, പർവ്വത സമാനമായിരിക്കുന്ന ആ കഷ്ടതകളെയൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ വെളിപ്പെടാൻ പോകുന്ന ആ മഹത്വരമായ അനുഭവങ്ങളെ, തേജസ്സിനെ ഓർത്ത് സന്തോഷിക്കുന്നവരായിത്തീരണം. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ഈ മഹത്വത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം. നമ്മുടെ ഭാവി മഹത്വം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതിപ്പോഴുള്ള കഷ്ടതകളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണെന്നുള്ളതും നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയരെ, കഷ്ടങ്ങൾ സാരമില്ല. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഇതെല്ലാം നൊടി നേരത്തേക്കേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും, പറന്നുയരുകയും ചെയ്യും. ഈ ലോകത്തിലെ കഷ്ടങ്ങളും നിരാശയോടും കൂടെ ഒരു ഭക്തൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവന് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. അവൻ പ്രത്യാശ നാടിനു വേണ്ടി പുതുക്കത്തോടെ ജീവിച്ച് രൂപാന്തരപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് അവൻ എടുക്കപ്പെടേണ്ടുന്ന ഒരു സമയമുണ്ട്. റോക്കറ്റ് കുതിച്ചുയരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയരുന്നത് കണ്ടിട്ടില്ലേ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഓരോ നമ്പർ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ എത്ര വേഗം എന്നാണ് അത് പറന്നുയരുന്നത് നമുക്കറിയില്ല. കണ്ണമയ്ക്കുന്നൊടി നേരത്ത് അല്ലേ, ഒന്ന് കണ്ണ് ചിമ്മുന്ന നേരം മതി കർത്താവിൻ്റെ വരവിൽ ഒരു റാപ്ചർ സംഭവിക്കുന്ന, ഒരു എടുക്കപ്പെടുന്ന ആ സന്ദർഭം നിമിഷ നേരം കൊണ്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഈ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും അത്. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ ന്യൂസ് ആയിരിക്കും ഇത്. ഇന്ന് വരെ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കാണാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും. പക്ഷേ അതിനു മുമ്പ് തന്നെ ക്രിസ്തുവിൽ വെച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളും, എല്ലാ സിഎമ്മിൻ്റെ എല്ലാ പ്രിയ മക്കളും ആ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി പ്രത്യാശയോടെ ജീവിച്ച് ആ പ്രത്യാശ നാടനെ പോകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അതേ പ്രിയരെ,
നാം നേരിടുന്ന കഷ്ടങ്ങളെക്കാൾ എത്രയോ വലുതാണ് ദൈവിക പ്രത്യാശ, ആ മഹത്വം. 2:8 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമതായി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ തേജസ് വെളിപ്പെടാൻ പോകുന്നത് നമ്മിൽ ഓരോരുത്തരിലുമാണ്. നമ്മിൽ ഓരോരുത്തരിലുമാണ് ഈ തേജസ് വെളിപ്പെടാൻ പോകുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റും? നമ്മിൽ ഓരോരുത്തരിലുമാണ് ഈ തേജസ് വെളിപ്പെടാൻ പോകുന്നത്, വേറെ ആരിലുമല്ല. CMന്റെ പ്രവർത്തകരായ നമ്മിൽ ഓരോരുത്തരിലും ഈ തേജസ് വെളിപ്പെടാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഈ ലൈവ് സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയരെ, നമ്മിൽ ഓരോരുത്തരിലും ഈ തേജസ് വെളിപ്പെടാൻ പോവുക. കർത്താവിനോടൊപ്പമുള്ള സഹവാസം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രിയരെ, ഈ തേജസ് നമ്മിൽ വെളിപ്പെടാൻ പോവുകയാണ്. അവൻ്റെ തേജസ്സിനോട് പ്രതിബിംബിക്കുവാൻ കഴിയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടട്ടെ. എത്ര മഹത്തരമായൊരു പ്രത്യാശയാണത്. അതുകൊണ്ട് നിരാശയോടെയല്ല, പ്രത്യാശയോടെ അത്രയും നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ നമ്മിൽ ആ തേജസ് വെളിപ്പെടുമ്പോൾ നമ്മിലുള്ള അന്ധകാരം നീങ്ങുവാനിടയായിത്തീരും. നമ്മെ കാർന്ന് തിന്നുവാൻ ശ്രമിക്കുന്ന, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിലേക്ക് പിന്നെയും വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയുടെ മേൽ ജയം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു തേജസ്സിൻ്റെ പ്രഭ നമ്മെ ചുറ്റുവാൻ പോവുകയാണ്. ഒരു മഹത്വം നമ്മിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആ മഹത്വം നമ്മിൽ വെളിപ്പെടുമ്പോൾ ഇരുൾ നിറം മാറുമെന്ന്, അന്ധകാരം നീങ്ങിപ്പോകുമെന്ന്, ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത പോലെ തേജസ്സിൻ്റെ പ്രഭയിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഈ ഭാവി മഹത്വം നമ്മിൽ ഓരോരുത്തരിലും വെളിപ്പെടാൻ പോവുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ എല്ലാവരുടെ പ്രത്യാശ ആ നിർമ്മല മനസാക്ഷി എന്ന് തൊട്ടുണർത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ വചനത്തോടെ ഈ ദൂത് ശക്തമായി കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ തേജസ് നമ്മിൽ ഓരോരുത്തരിലും വെളിപ്പെടാൻ പോവുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ട് പ്രത്യാശയോടും കൂടെ കിടന്നുറങ്ങുക. കർത്താവിൻ്റെ വരവ് ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് അറിയത്തില്ല, അടുത്ത മണിക്കൂറുകളിൽ എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ സന്ദേശം കേൾക്കാതെ പോകരുതേ. ധൈര്യത്തോടെ നമ്മുടെ പ്രത്യാശയെ ഒന്നുകൂടെ പുതുക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ആയിരിക്കാം. അപ്പോൾ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലെ വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രത്യാശ കൂടെയാണ്. ഇത്തരത്തിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കണ്ട ഭക്തന്മാരൊക്കെ തിരുവചനത്തിൽ വേറെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ്? കഷ്ടതയുടെ നീർച്ചുഴിയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് യോബ്. നമുക്കറിയാം, യോബ് കടന്നുപോയ ആ സന്താപ സാഗരത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിലും അവൻ നിരാശപ്പെട്ടു പോകുന്നില്ല, അധൈര്യപ്പെട്ടു പോകുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഈ ശരീരമുണ്ടല്ലോ, ഇതിങ്ങനെ നശിച്ച് ഇല്ലാതായി പോയാലും എനിക്ക് പ്രയാസമൊന്നുമില്ലെന്നേ. അവൻ പറയുകയാണ്, ദേഹസഹിതനായി, യെസ്, ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണുന്നൊരു ദിവസമുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒരു നാൾ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണുമെന്ന് പറഞ്ഞ് ആ പ്രത്യാശ, നാടിനെ കുറിച്ചുള്ള വീണ്ടെടുപ്പിൻ്റെ ആ വെളിപ്പാട് പ്രാപിച്ചവനായിരുന്നു യോബ്. യോബ് തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. ആ നിഷ്കളങ്കനായ യോബ് പറയുന്ന വെളിപ്പാടാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. 19-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. ഇന്ന് രാത്രി നമുക്ക് ഇത് തന്നെ പറയാൻ കഴിയണം. കഷ്ടമുണ്ടോ, രോഗമുണ്ടോ, ഏതെങ്കിലും പ്രത്യേകമായ വേദനപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ ആണോ നിങ്ങൾ കടന്നു പോകുന്നത്? അതിനെക്കുറിച്ചൊന്നും ഓർത്ത് കൂടുതൽ ടെൻഷനൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, ദുഃഖം ജീവിതത്തിൽ ഒരുപാട് തന്നവരുടെ നടുവിൽ, വേദനയെ പ്രയാസത്തിലൂടെ കടന്നുപോയ നാളുകളുടെ നടുവിൽ ഇതാ ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അത് അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ആ ദേഹസഹിതനായി ഞാൻ കാണുമെന്നാണ് ഞാൻ പറയുന്നത്.
യോബന്റെ ശരീരം മുഴുവൻ അത് വ്രണിതമായി എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടായി നമുക്കറിയാം. ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതിരുന്ന നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിന് നടുവിലും പ്രത്യാശയുടെ പാട്ട് പാടുവാൻ, പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനായിട്ട് ഒരു ഭക്തന് കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, സ്വന്തമായിട്ട് പോലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെയാണ് അന്ന് യോബിൻ്റെ ജീവിതത്തിലുണ്ടായത്. പക്ഷെ അതിൻ്റെ നടുവിലും താൻ പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുകയാണ്. അവനെ ഞാൻ കാണും, അവനെ ഞാൻ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ വലിയൊരു പ്രതീക്ഷയോടെ വേണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. അതെ, സ്വന്തം കണ്ണുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന CMൻ്റെ പ്രവർത്തകരെ, CMൻ്റെ അംഗങ്ങളെ, ചാരൺ ഫെലോഷിപ്പിൻ്റെ കൂട്ടായ്മയിൽ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായുള്ളവരെ, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ആ കർത്താവിനെ കാണുവാൻ കഴിയുന്ന ആ നല്ല സമയമുണ്ടല്ലോ, അത് എത്ര ശ്രേഷ്ഠകരമായ നിമിഷമായിരിക്കും. മൂന്നാമതായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 8-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ശരീരം എങ്ങനെ ദ്രവിച്ചു പോയാലും ദ്രവത്വമില്ലാത്തൊരു മഹത്വം നമ്മൾ പ്രാപിക്കും. അതെ, പാപം, മരണം എന്നിവ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് തേജസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയത് പാപവും മരണവും നിമിത്തമാണ്. എന്നാൽ സ്വർഗത്തിൽ എന്നേക്ക് സൂക്ഷിച്ചിരിക്കുന്നതുമായ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത ഒരു അവകാശത്തിന് വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ അത് ഓർപ്പിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്തൊരു അവകാശം നമുക്ക് വേണ്ടി ഉയരത്തിൽ അവൻ ഒരുക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സകല ജഡവും പാപം ചെയ്ത് പാപത്താലുള്ള മരണവും പ്രാപിച്ച് ഈ ലോകത്തിൻ്റെ വാട്ടത്തിനും മാലിന്യത്തിനും മരണത്തിനും ക്ഷയത്തിനും അധീനരായി തീർന്നപ്പോൾ ദൈവപുത്രൻ്റെ പ്രത്യക്ഷത സകല സൃഷ്ടിക്കും പ്രത്യാശ നൽകുന്നതാണ്. സകല സൃഷ്ടിയെയും ദ്രവത്വത്തിൻ്റെ ആ ഒരു ദാസത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെ പ്രാപിക്കുവാനിടയായിത്തീരും. ഈ ക്ഷയമായത് അക്ഷയമായതിനെ പ്രാപിക്കുവാനിടയായിത്തീരും. അതെ, ഈ ലോകത്തിലെ നമ്മുടെ ഈ മർത്യശരീരം, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇതിവിടെ കൊണ്ട് നശിച്ചു പോകാനുള്ളതാണ്. മണ്ണോട് മണ്ണ് ചേരാൻ പോകുന്നതാണ് ഈ ശരീരം. എന്നാൽ നിത്യമായതൊന്നിനെ പ്രാപിക്കുവാൻ പോവുകയാണ്. നമ്മൾ ആ തേജസ് വെളിപ്പെടാൻ പോകുമ്പോൾ നിത്യമായതൊന്നിനെ നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ നിദ്ര കൊള്ളാതെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുമല്ലോ. അവരുടെ ജീവിതത്തിലെ രൂപാന്തരത്തിൻ്റെ ഒരു ശരീരം ഉണ്ടാകുവാനിടയായിത്തീരും. ക്ഷയമായത് മാറും, മാലിന്യമായത് മാറും, വാട്ടമായത് മാറും, ദ്രവത്വമുള്ളത് മാറും. ഇതെല്ലാം നീങ്ങുവാനിടയായിത്തീരും. അതെ, അദ്രവത്വമായത് നമ്മൾ പ്രാപിക്കും, അക്ഷയമായതിനെ പ്രാപിക്കും, അമർത്യമായതിനെ പ്രാപിക്കും. ഹേ മരണം, ഇതിന് ജയം എവിടെ? ഈ പാർലമെന്റ് വിശ്വമുള്ള എവിടെ എന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ ഇതാ ഉയർക്കുന്നത് തേജസ്സിൻ്റെ അനുഭവമാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കട്ടെ. മരണത്തെയും പാതാളത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചവനായ യേശു കർത്താവിൻ്റെ അനുഗാമികൾ എന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും പ്രതീക്ഷയോടെയും ഈ പ്രത്യാശയോടെയും ആണോ ജീവിക്കുന്നത്? മരണത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യൻ നിയമിച്ചിരിക്കുകയാണ്. അതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കേണ്ട. ഒരു ഉയർപ്പുണ്ട്, ഒരു ഉയർപ്പിൻ്റെ ഒരു സുപ്രഭാതമുണ്ട്. അന്ന് രൂപാന്തരത്തോടെ എഴുന്നേറ്റ് വരുവാനിടയായിത്തീരുന്നു. കാലാവസാനത്തോൾ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരണമെന്ന് ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ അന്ന് എഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ട്. അന്ന് അക്ഷയമായതിനെ പ്രാപിച്ചുകൊണ്ടായിരിക്കും, അന്ന് അദ്രവത്വമായതിനെ പ്രാപിച്ചുകൊണ്ടായിരിക്കും, അന്ന് മാലിന്യമില്ലാത്തതിനെ പ്രാപിച്ചുകൊണ്ടായിരിക്കും, അമർത്യമായതിനെ പ്രാപിച്ചുകൊണ്ടായിരിക്കും എഴുന്നേറ്റ് വരിക. അതുകൊണ്ട് സകല സൃഷ്ടിയും
ദ്രവത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് രാത്രി ഓർക്കുക, നമ്മുടെ ഭാവി മഹത്വം എന്ന് പറയുന്നത് ദ്രവിച്ചു പോകുന്നതല്ലെന്ന്, അദ്രവത്വമാകാം. അവസാനമായ ഒരു പോയിന്റിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, സമയത്തിൻ്റെ പരിധികൾ കൊണ്ട് ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നീട് ആ റെഫറൻസുകളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. 8-ന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഭാവി മഹത്വം എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിലും നമ്മിൽ പ്രത്യാശ പകരുന്നതാണ്. ഭാവിയിലെന്നോ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യാശയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഇന്ന് ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കുന്ന നമ്മളുടെ ഉള്ളിലും പ്രത്യാശ നൽകുവാനിടയായിത്തീരും. ഭാവി തേജസ് എന്ന് പറയുന്നത് എന്നോ എപ്പോഴോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് മാത്രം ചിന്തിക്കണ്ട. അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുണ്ടോ? ആ പ്രത്യാശയോടെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതൊരു ഗൗരവമായ ചോദ്യം തന്നെയാണ്. കാരണം വർത്തമാന കാലഘട്ടത്തിൽ ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുഖാമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു കാര്യമാണ്, അല്ലേ? ഇനി നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതെന്ന് നമ്മൾ കാണുന്നവോ അന്ന് പ്രത്യാശ എന്നുള്ള വാക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പ്രത്യാശ എന്നുള്ള വാക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അത് വെളിപ്പെടാത്തിടത്തോളം കാലം അതൊരു പ്രത്യാശയാണ്. ആ നിത്യത വെളിപ്പെടാത്തിടത്തോളം കാലം അതൊരു പ്രത്യാശയായി തന്നെ നിൽക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതെ, ക്ഷമയോടെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലെ കഷ്ടങ്ങളെ സാരമില്ലെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കഷ്ടങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, വിവിധ തരത്തിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോൾവ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലാണ് പ്രതീക്ഷയോടെ ജീവിക്കണമെന്ന് പറയുന്നത്, പ്രത്യാശയോടെ ജീവിക്കണമെന്ന് പറയുന്നത്. ഈ പ്രത്യാശ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്ന പ്രത്യാശയാണ്. ക്രിസ്തുവിൽ പ്രത്യാശപ്പെട്ടിരിക്കുന്ന ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായ ദൈവത്തിനോട് ദൂത് പറയാം. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ, അതിനെല്ലാം പരിഹാരം കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഒരു സംഘടനയ്ക്കോ ഒരു നേതാവിനോ ഒരു വ്യക്തിക്കോ ഒന്നും നമ്മെ ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കാതെ വന്നാൽ ഉടനെ വചനം ഓർത്തോണം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതെ, എന്നെ വിളിച്ചവൻ, എന്നെ വേർതിരിച്ചവൻ, എന്നെ പേര് ചൊല്ലി വിളിച്ചവന്, മക്കളും അവകാശികളുമാക്കി തീർത്തവൻ, അവനിലേക്ക് നോക്ക്, അവനിൽ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവി തരും. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ നിങ്ങൾ എന്ന് വരെ ജീവിക്കുന്നോ അന്ന് വരെ കഷ്ടമുണ്ട്, അന്ന് വരെ ദുഃഖമുണ്ട്, അന്ന് വരെ നെടുവീർപ്പുണ്ട്. ഇതെല്ലാം മാറണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര ഉപസിച്ചാലും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും മാറിപ്പോകത്തില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് ഒരു കാര്യം കൂടെ പ്രോമിസ് പറഞ്ഞു, ധൈര്യപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂതും അത് തന്നെയാണ്. ധൈര്യപ്പെട്ടിരിക്കുക. കഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് വാടിയ മുഖത്തോടുകൂടെ ജീവിക്കരുത്. കഷ്ടതയൊക്കെ ഒരു വഴി കൂടെ അങ്ങനെ പോകട്ടെന്നേ, ക്ലേശങ്ങളിലൊക്കെ ഒരു വഴി കൂടെ അങ്ങനെ അങ്ങ് പോകട്ടെ. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് കൂടുതൽ ടെൻഷനും വ്യാകുലതകളും ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ ആകുലത എല്ലാം കൂടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത പല ടെൻഷൻസും രോഗങ്ങളുമാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ വഴി കൂടെ പോകട്ടെ. ഭക്തനോട് ചേർന്ന് നമുക്ക് പറയാം, കഷ്ടങ്ങൾ സാരമില്ല, ഈ കണ്ണുനീരൊന്നും സാരമില്ല. ഇതൊക്കെ എനിക്ക് അനുവദിച്ചിട്ടുള്ളതാണ്, ഇത് ഒരു വരവായിട്ട് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതാണ്. സഹിക്കുന്നെങ്കിൽ മാത്രമേ അവൻ്റെ കൂടെ വാഴുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണേ. എത്ര ഭയാനകമായ സംഭവങ്ങൾ ഉണ്ടായാലും പ്രത്യാശയെ മുറുകെ പിടിക്കുക. പ്രത്യാശ നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. ക്രിസ്തുവിലുള്ള ആ പ്രത്യാശ ഒരു നങ്കൂരമായി നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഉറപ്പ് നഷ്ടപ്പെട്ടവരായി,
നിരാശയോടുകൂടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഉറപ്പിച്ച് നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനായിട്ട്, പ്രത്യാശയിൽ ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി അവൻ ഉറപ്പിക്കും. വർത്തമാനകാലത്തെ പ്രതിസന്ധികൾ കണ്ടിട്ട് ഒന്ന് തളർന്നു പോകരുത്. ലോകത്തിൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് നിരാശപ്പെട്ട് തളർന്നും പോകരുത്. അതിനപ്പുറത്ത് നിലനിൽക്കുന്നതും നിത്യവുമായിട്ടുള്ളൊരു പ്രത്യാശ നാടിനു വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക, ചിന്തിക്കുക. എൻ്റെ സന്ദേശം പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യാശയുള്ളൊരു ഭാവിക്ക് വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ വ്യവസ്ഥകളൊക്കെ തീർന്നു പോകട്ടെ, ഇല്ലാതായി പോകട്ടെ, നശിച്ചു പോകട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, അവിടുത്തെ ഹിതം അന്വേഷിക്കുന്നവരായി, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ സ്വായത്തമാക്കുന്നവരായി നമുക്ക് തീരാം. 4 കാര്യങ്ങളാണ് ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യാശയുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ ഓർപ്പിച്ചത്. 1, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ഈ മഹത്വമുണ്ടല്ലോ, ഭാവി മഹത്വം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കഷ്ടതകളേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. അത് നമ്മൾ ഊഹിക്കുന്നതിന്, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. 2, ഇത് വെളിപ്പെടാൻ പോകുന്നത് നമ്മിൽ ഓരോരുത്തരിലുമാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നവരാകണം. ഇത് വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. 3, നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദ്രവത്വമില്ലാത്തതിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നമ്മെ ഓരോരുത്തരെയും അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്രവത്വമായത്, അക്ഷയമായത്, അമർത്യമായതിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി, ഒരുക്കപ്പെടുവാൻ വേണ്ടി കൂടെയാണ്. 4, ഇന്നിൻ്റെ സാഹചര്യത്തിൽ വർത്തമാന കാലഘട്ടത്തിലും നമ്മെ ഈ വചനം ധൈര്യത്തോടെ നിർത്തുവാനിടയായിത്തീരും. ഈ പ്രത്യാശ നമ്മെ ധൈര്യത്തോടെ നിലനിർത്തുവാനിടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ വെളിപ്പെടാനുള്ള തേജസ്സിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ വ്യവസ്ഥിതികളെ ഓർത്ത് നിരാശപ്പെട്ടു പോകരുത്. തീർന്നു പോകുന്ന വ്യവസ്ഥിതികളും ഇവിടെയുള്ള സംവിധാനങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരായി തീരരുത്. ധൈര്യത്തോടെ പ്രത്യാശ നാടിനെ നോക്കി പാർത്തുകൊണ്ട് പ്രവാസ ജീവിതം വ്യക്തിയോടെ കഴിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. റാന്നി സെൻട്രലിലെ CMൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന കർത്തദാസന്മാരെ അനുഗ്രഹിക്കണമേ. ഇതിലൂടെ തുടർമാനമായി നടന്നു വരുന്ന എല്ലാ ലൈവ് സന്ദേശങ്ങൾ ചെയ്യുന്ന എല്ലാ കർത്തദാസന്മാരെയും ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ നമ്മുടെ മനസ്സാക്ഷി ഒന്നുകൂടെ തൊട്ടുണർത്തുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. ധൈര്യത്തോടെ പ്രതീക്ഷയോടെയും അവിടുത്തെ നാടിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇപ്രകാരം അവസരം നൽകിയതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. റാന്നി സെൻട്രലിലെ CMൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് പിന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.